ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ വലിയ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം നോമ്പുണ്ട്. അപ്പം നമ്മൾ നോമ്പ് ഒറ്റയ്ക്ക്. അപ്പം ഇന്നത്തെ വ്ലോഗ് കണ്ടാലോ എന്ന് ചുമ്മാ പെരുന്നാൾ തലേത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബാക്കിയുള്ള സ്ഥലം ഞാൻ ക്ലീൻ ആക്കി. ഇനി എൻ്റെ റൂം എനിക്ക് ക്ലീൻ ആക്കാണ്. റൂമിൻ്റെ കോലപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പം ഇനി നമുക്ക് നേരെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കാം. ക്ലീനാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ടാബിൽ ലുക്ക് കണ്ടോ, നല്ല രസമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞാൻ ജനലൊക്കെ തുറന്നിട്ട് നല്ല ശുദ്ധവായു വരും. അതിന് ശേഷം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടി ഞങ്ങൾ കടയിൽ പോയി. ബാക്കിയുള്ള ഷോർട്സ് ഒന്നും എടുക്കാൻ പറ്റില്ല. അതിന് ശേഷം ഞാൻ നോമ്പ് തുറന്നു, സമൂസ തിന്നു, വത്തക്ക തിന്നു, വെള്ളം കുടിച്ചു, കണ്ണൂർ കോക്ടെയിൽ കുടിച്ചു. അതിന് ശേഷം ഞങ്ങൾ രാത്രി ഒരു 11 മണിയായപ്പം ഞങ്ങളുടെ പുറന്ന് നേരെ സൈഡിൽ ഒരു വീടുണ്ട്. അവിടെ പോയി സോഡൊക്കെ വാങ്ങി സോഡയിലേക്ക് ഉപ്പിട്ടപ്പോഴത്തേക്ക് പുറത്തേക്ക് വന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കുടിച്ച് തീർത്തു. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങി. ഞങ്ങൾ 20 പേരുന്നത്. അപ്പം എൻ്റെ ഫ്രണ്ട് അത്തു എന്ന് പറയുന്നത് ആ ബ്ലാക്ക് ഇട്ടതാണ്. അപ്പോൾ അത്തു പറഞ്ഞു എന്നോട് ഞാനിത് 3 വിരിച്ചാൽ അതെനിക്ക് എൻ്റെ ടീച്ചർ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പം നമ്മളിത് 3 വിരിക്കാൻ പോകണം. എന്തായാലും ഐസ്ക്രീമിനെ കിട്ടിയാൽ നമ്മൾ എന്തായാലും മൂടി നടക്കും. അതുകൊണ്ട് തന്നെ നമ്മളിത് 3 വിരിക്കാൻ പോകണം. വിരിക്കുന്നതൊക്കെ കണ്ടാലോ. അങ്ങനെ ഗൈസ് ഞങ്ങൾക്കിപ്പോൾ ഞാൻ നന്നായിട്ട് വഴിയിട്ടിട്ടു. എൻ്റെ പല്ല് നല്ല വേദന എടുത്തു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് കുറേ അൽക്കുലത്തെ കളിയൊക്കെ കളിച്ചതിന് ശേഷമാണ് ഞങ്ങൾ നേരെ അത്തുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ പോകുന്നത്. അതിന് മുമ്പേ ഞങ്ങൾക്ക് നാഫിൻ്റെ വീട്ടിൽ പോയിട്ടിരുന്നു. അതിന് ശേഷമാണ് അത്തുവിൻ്റെ വീട്ടിൽ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ മത്സരം വെച്ചു. അത്തുവിൻ്റെ വീട്ടിലേക്ക് 2 വഴിയുണ്ട്. ഒരു വഴിയിലൂടെ അത്തും പോകുന്നു, ഒരു വഴിയിലൂടെ ഞാനും നാഫിയും പോകും. അപ്പോഴാണ് അത്തുവിൻ്റെ അനിയത്തി, അവളെ 2 അനിയത്തിമാരെ മൊയിലാഞ്ചിനാണ് വിളിച്ചത്. കാരണം എൻ്റെ സിസ്റ്ററാണ് മൊയിലാഞ്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ എടുക്കാൻ പോയി. അപ്പോൾ മറ്റൊരാളെ നാഫി എടുത്തു. അപ്പോൾ നാഫി എടുക്കുന്നത് കാണിച്ചിട്ടില്ല. അതിന് ശേഷം ഇതാണ് കേട്ടോ ഒരാൾ. ഇതാണെന്ന് ഞാൻ പറയുന്നില്ല, ഇതൊരാൾ. അപ്പം ഓളെ നേരെ എടുത്ത് ഓളെ ഇനി മൊയിലാഞ്ചിടാൻ അവിടെ കൊണ്ടുപോകണം. പിന്നെ അത് കഴിഞ്ഞ് നാഫിനോട് ഞാൻ വേഗോടൂ എന്ന് പറയുന്ന ഒരു സീനാണിത്. അപ്പോൾ ഞാൻ ടാറ്റയെ കാണുന്നുണ്ട്. അപ്പോൾ അസ്ക പറഞ്ഞു, നാഫി ഇവിടെ അല്ല, അത്തു ഇവിടെ എത്തിയിട്ടില്ലല്ലോ, അത്തു എത്തിയിട്ടില്ലേ എന്ന് ഞങ്ങൾ ചോദിച്ചു. അപ്പോഴാണ് ഞങ്ങൾ കാര്യം പിടികിട്ടിയതും. അവിടെ നിങ്ങൾ കാണുന്നുണ്ടോ എനിക്കറിയത്തില്ല, അവിടെ 2 പോത്തുകളുടെ നടുക്കിലായിട്ടാണ് ഇപ്പോൾ അത്തു പെട്ടിരിക്കുന്നത്. അവിടെ ഒരു ചെറിയൊരു പാലം പോലെ ഇട്ടതാണ്, ഒരു വഴി. അപ്പോൾ അതുമ്മക്കൂടെ വേണം നമ്മൾ ഇങ്ങോട്ട് കിടക്കാൻ. അപ്പോൾ അപ്പുറം 2 പോത്തുകളാണ് അതിൻ്റെ നടുക്കൊക്കെ. അത് കണ്ടില്ലേ, ഒന്ന് അവിടെ ആയിട്ട് അത് ഞാൻ കാണിച്ചു തരുന്നത്. അവിടെ 2 പോത്തുകളാണ് അതിൻ്റെ പേടിച്ചിരിക്കുകയാണ്. ഇപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത്തുവിൻ്റെ ഷോപ്പിലേക്ക് പോവാണ്. അതുകൊണ്ട് തന്നെ അത്തു ഞങ്ങളുടെ പെരുമൊയിലാഞ്ചി ഉണ്ടാകത്തില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ സീനൊന്നുമില്ലായിരുന്നു. ഏകദേശം ഒരു 1 മണിയായപ്പോഴത്തേക്ക് അത്തു പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു. 1 മണിയായപ്പോഴാണ് കഴിഞ്ഞത്. ഇതാണ് നാഫിൻ്റെ മൊയിലാഞ്ചി. പിന്നെ അത്തുവിനൊക്കെ ഇട്ട് ഞങ്ങൾ 2 പേര് പിരിഞ്ഞു. അപ്പോൾ നാളെ കണ്ടാൻ വീഡിയോ. ബൈ.